ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഷിരൂരിലെ കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമായിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് കൊച്ചിയിലെ റീജിയണൽ മേധാവിയും അവിടെ തുടരുകയാണ്. ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നദിയിൽ ഇപ്പോൾ നീരൊഴുക്ക് കുറയുന്നുവെന്നും ശ്രീകാന്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ നീരൊഴുക്ക് കുറയുന്നതൊക്കെ തന്നെ തെരച്ചിലിനെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എന്ന് പരിശോധിക്കാൻ നമുക്കൊപ്പം ചേരുന്നു എസ് വിജയകുമാർ. ഗുഡ് മോർണിംഗ് വിജയകുമാർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തൊക്കെയാണ് വിജയനെ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ? എസ് കെ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, നമ്മൾ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് അത് സാവധാനം നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം ഈ ദൗത്യസംഘത്തിന് ഇപ്പോഴുണ്ട്. ഈ മാറി മാറി സിഗ്നലുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലം അതാണ് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം ഈ തടിയൊന്നും ഈ ലോറിയിലില്ല. ആ ലോറിയിലെ ഏതാണ്ട് കാലിയാണ് ആ ലോറി. സ്വാഭാവികമായും ഈ പുഴയിലെ അടിയൊഴുക്ക് ശക്തമാകുമ്പോൾ ഇത് പയ്യെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ വെള്ളത്തിനടിയിൽ ലോക്ക് ചെയ്തിടുക എന്നതായിരുന്നു നാവികസേന നേരത്തെ ശ്രമിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ലോക്ക് ചെയ്തിടാൻ കഴിയാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ ഇവരാദ്യം ചെയ്യുക നാവികസേനയുടെ ആഴത്തിലേക്ക്, വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങാൻ പരിചയസമ്പന്നരായ നാവികർ ആദ്യം ചെയ്യുന്നത് ഇത് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടി തന്നെയായിരിക്കും. അങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഈ പറയുന്ന ഒരു റിസ്ക് ഉണ്ട് അവിടെ, അത് മൂവ് ചെയ്യും. ഇനിയും വീണ്ടും മഴ പെയ്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയാൽ ഇത് ചെളിയിൽ ഉറച്ചു നിൽക്കുന്നതല്ലെങ്കിൽ അത് മൂവ് ചെയ്ത് കൂടായികയില്ല. അപ്പോൾ അത്തരം സാധ്യത കൂടി ഉണ്ട് എന്നൊരു വിവരം കൂടി ഈ ദൗത്യസംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്ന് ഡ്രോൺ പരിശോധന ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും SK നടത്തുക. കാരണം ഈ നാവികസേനയ്ക്കും അവിടുത്തെ രക്ഷാദൗത്യ സംഘത്തിനും എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ അതിനായിരിക്കും ഇന്ന് ഡ്രോൺ പരിശോധന അവിടെ നടത്തുക, ഐബോർഡ് പരിശോധന നടത്തുക. നിലവിൽ അതിൻ്റെ ആവശ്യമില്ല, കൃത്യതയാർന്ന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അവർ അറിയിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഇന്നലെ നടത്തിയ ഈ ഐബോർഡ് പരിശോധനയുടെ ഒരു സമഗ്രമായ റിപ്പോർട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് നൽകിയിട്ടുണ്ട്. കളക്ടർക്കും ഈ ദൗത്യസംഘത്തിലെ മറ്റുള്ളവർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനോടകം ഈ ദൗത്യത്തിൻ്റെ ഭാഗമായ മുഴുവൻ ആളുകളുടെയും പക്കലുണ്ട്. അവർക്ക് അതുകൊണ്ട് പരിശോധന കുറെ കൂടി എളുപ്പമാകും. യഥാർത്ഥത്തിൽ SK ഇതാണ് ഇന്നത്തെ പരിശോധനയുടെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. സിഗ്നൽ ലഭിച്ച വളരെ ബലമുള്ള സിഗ്നൽ ലഭിച്ച ഈ പ്രദേശമാണ് ഈ പരിശോധനാ സംഘത്തിൻ്റെ ഇന്നത്തെ കേന്ദ്ര ബിന്ദുവായി മാറാൻ പോകുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കാം ഈ ജലോപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ പോകുന്നത്. പ്ലാറ്റ്ഫോം സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ ആഴത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നത് പരിശോധിക്കണം. അപ്പോൾ ഇതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്ക് മെഷീൻ, അതായത് പ്ലാറ്റ്ഫോം ഇവിടെ എത്തിച്ചാൽ അതിവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പുഴയിലെ ഭൗതിക സാഹചര്യം മാറിയിട്ടുണ്ടോ എന്നൊരു പരിശോധന അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പുറമേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലൊരു പ്രതലം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ സ്ഥാപിക്കുന്ന പ്രതലം അതിന് എത്ര വലിപ്പം വേണം, അത് ഏത് തരത്തിൽ ഏതൊക്കെ ഭാഗത്തേക്ക് അതിനെ അവിടെ നിന്ന് നാവികർക്ക് ഡൈവ് ചെയ്യാൻ കഴിയുമെന്നതിനൊക്കെ ആശ്രയിച്ചായിരിക്കാം അത്തരം ഒരു പ്രതലം ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ആ പ്രതലം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിൽ പുഴയിലെ ഭൗതിക സാഹചര്യം ഈ ഭാഗത്താകെ മാറിയിട്ടുണ്ടോ എന്നൊരു പരിശോധന നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നാവികസേന തന്നെ ഇപ്പോൾ പുഴയിലെ നീരൊഴുക്കിൻ്റെ കരുത്ത് അളക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ 8 knots ഒക്കെ ആയിരുന്നു, അത് പിന്നീട് കുറഞ്ഞ് 6, 5 എന്നൊക്കെ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷിരൂരിലും പരിസര പ്രദേശങ്ങളിലും കാര്യമായ മഴ പെയ്യുന്നില്ല. അപ്പോൾ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ പുഴയുടെ ഉത്ഭവ മേഖലകളിൽ ഇതിനു മുകളിൽ കാര്യമായ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങനെ കുറയണമെന്നില്ല. പുറമേക്ക് ശാന്തമാണെന്ന് തോന്നാമെങ്കിലും താഴെ ശക്തമായ ഒഴുക്ക് കാണും. അത് നാവികസേന അളന്ന് തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 അല്ലെങ്കിൽ 3 knots മാത്രമേ അവർക്ക് മുങ്ങാൻ കഴിയൂ. അതിപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഇവിടെ സ്ഥാപിക്കുന്നു എന്നതുകൊണ്ട് അത്തരമൊരു ഈ റിസ്ക് സാധ്യത കുറയുന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്ലാറ്റ്ഫോം ഈ രക്ഷാദൗത്യത്തിൽ നിർണായകമാണ്. അപ്പോൾ അത് കൊണ്ടുവരണം. ഗോവയിൽ നിന്നാണ് വരേണ്ടത്. അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തും. അത് സ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യമാണോ എന്ന് നോക്കും. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. ഡ്രോൺ പരിശോധന ആവശ്യമാണെങ്കിൽ മാത്രമേ ഇന്ന് ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ഡ്രോൺ ഇല്ലാതെ ഈ ലൊക്കേഷൻ കൃത്യമായ സാഹചര്യത്തിൽ ഇന്നലെ കാർവാർ MLA പറഞ്ഞത് ഇതിൻ്റെ ചിത്രങ്ങളടക്കം ലഭിക്കുന്ന തരത്തിലേക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രക്കിൻ്റെ ചിത്രം ഒക്കെ കിട്ടിയിട്ടുണ്ടാകാമെന്ന് കരുതുന്നു, അത് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ ദൗത്യത്തിൽ ചില സൂചനകളിലേക്ക് വെളിച്ചം വീശാൻ പറ്റുന്ന വിവരങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാം. 12ാം ദിവസമാണ്, നമ്മൾ എല്ലാ ദിവസവും പറയുന്നു ഇന്ന് നിർണായകമാണ്, പ്രതീക്ഷയുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് വരും എന്നത് ഉച്ചയോടുകൂടി അറിയാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വിജയകുമാർ, ഇപ്പോൾ ഷിരൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ഷവീദ് റാവുത്തർ കൂടി തത്സമയം ചേരുന്നു. ഷവീദ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? അവിടെ നീരൊഴുക്ക് കുറഞ്ഞു, ഗംഗാവലി പുഴയിൽ മുങ്ങി പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യം വന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്?
SK നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടില്ല, അതേസമയം നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത് അടിയൊഴുക്ക് കുറയാൻ കാരണമാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നേവി സംഘം പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് 10 മണിക്ക് ചേരുന്ന അവലോകന യോഗത്തിലായിരിക്കും ഇന്നത്തെ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതിലും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മുടെ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവർ ആ യോഗത്തിലുണ്ടാകും. കാർവാർ MLA ആ യോഗത്തിലുണ്ടാകും. കാർവാർ SP, കാർവാർ കളക്ടർ ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ചില ജനപ്രതിനിധികൾ, ചില MLA മാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരും ആ യോഗത്തിൽ പങ്കെടുക്കും. അതിനപ്പുറത്തേക്ക് കർണാടക റവന്യൂ മന്ത്രി ഒരുപക്ഷെ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള ലേറ്റസ്റ്റ് വിവരം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ച വിവരമല്ല. അദ്ദേഹം തൊട്ടടുത്ത മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഔദ്യോഗിക പരിപാടിക്കും ഔദ്യോഗിക സന്ദർശനത്തിനും എത്തുന്നുണ്ട്. അതിനൊപ്പം അദ്ദേഹം ഈ അവലോകന യോഗത്തിലും കയറും എന്നുള്ള വിവരം കാർവാർ ജില്ലാ ഭരണകൂടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർണാടക സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ തുടർ തീരുമാനങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇന്ന് വ്യക്തത വരും, തീരുമാനമെടുക്കും. നമ്മളെ സംബന്ധിച്ചാകട്ടെ ഇന്നലെ NDRF, SDRF, കരസേന, നാവികസേന ഇവരടക്കം ഡ്രോൺ പരിശോധനാ സംഘം ഇവരടക്കം കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ കാർവാർ കളക്ടറുടെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ട് വിശദമായി കേരളത്തെ ധരിപ്പിക്കും. ആ റിപ്പോർട്ടിലുണ്ട് കാര്യങ്ങൾ എങ്ങനെ, പ്രത്യേകിച്ച് ഏത് സ്പോട്ടിൽ ഏത് രീതിയിലാണ് ഈ കണ്ടന്റ് കണ്ടെത്തിയിട്ടുള്ളത്, ട്രക്ക് എവിടെയാണ് ഉള്ളത്, അതിന്റെ ഒരു ഡിജിറ്റലൈസേഷൻ ഇമേജ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ അതടക്കം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിനെയും AK ശശീന്ദ്രനെയും കർണാടക സർക്കാരിന്റെ ഭാഗമായി കാർവാർ ജില്ലാ ഭരണകൂടം അറിയിക്കും. അതിനുശേഷം അവരൊരു ധാരണയിലേക്ക് എത്തും. ഏതായാലും ഇന്ന് 11 മണി 11:30 ഫ്ലോട്ടിംഗ് പോയിന്റ് അത് ശിരൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് കാർവാർ MLA എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്ക അടിയൊഴുക്ക് കുറയുന്നില്ല, നീരൊഴുക്ക് മാത്രമാണ് കുറയുന്നത്. അടിയൊഴുക്ക് കുറഞ്ഞില്ലെങ്കിൽ മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അത് 2 നോട്ടിലേക്ക് എത്തണം എന്നുള്ളതാണ് നേവി ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകിട്ട് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെങ്കിൽ മാത്രമേ ഡൈവിംഗ് സാധ്യമാവുകയുള്ളൂ എന്ന്. അപ്പോൾ അത് കുറയാത്തൊരു പക്ഷത്തിൽ എങ്ങനെ ഡൈവിംഗ് നടക്കുമെന്നുള്ള ഒരു ചോദ്യം, അതാണ് ഈ ശിരൂർ രക്ഷാദൗത്യത്തിലെ ഏറ്റവും വലിയ അനിശ്ചിതത്വം. രണ്ടാമത്തത് ഒരു സമാന്തര മാർഗമാണ്. നമ്മൾ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ഇട്ടുകൊണ്ട് അവിടെ ഒരു കമ്പിയൊക്കെ സ്ഥാപിച്ച് സംശയമുള്ള സ്ഥലത്തേക്ക് ഈ ഡൈവേഴ്സിന് അതിന്റെ ഹെൽപ്പോടുകൂടി ഇറങ്ങാൻ കഴിയുക എന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴും ഡൈവേഴ്സ് അക്കാര്യത്തിൽ സഹകരണം പറയുമ്പോൾ പോലും അവരതിനകത്ത് പോസിറ്റീവായ സയൻസ് ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ 2 ആക്ഷൻസ് ഇത് നടത്തും. മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോൺ പരിശോധന ഏതാണ്ട് അവർ ഒതുക്കിയ മട്ടാണ്. കാരണം അതിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ 2 നീക്കങ്ങൾ മാത്രമാണ് മുൻപിലുള്ളത്. അല്പസമയം മുൻപ് നമ്മൾ മന്ത്രി മുഹമ്മദ് റിയാസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശാഖപട്ടണത്ത് നിന്ന് വലിയ റെസ്ക്യൂകളും ഒക്കെ ചെയ്യുന്ന ചില നേവി ടീമുകളുണ്ട്, നേവി ഡൈവേഴ്സ് ഉണ്ട്. അവരോട് ഇതിനോടകം തന്നെ ഒരു അനൗദ്യോഗിക കമ്മ്യൂണിക്കേഷൻ കേരളം നടത്തിയിട്ടുണ്ട്. ഇനി കർണാടകയാണ് അത് കൃത്യമായി അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അവരെ എത്തിക്കാനുള്ള നീക്കം നടക്കും. പ്രാദേശിക തലത്തിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഈ ഗംഗാവലി നദി എന്ന് പറയുന്നത് അതിന്റെ ഇരു കരകളിലും ഈ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കിയിടുന്നത് നമുക്ക് കാണാം. കാരണം അവർ ആ ഭൂപ്രകൃതിയോട്, ആ നദിയോട് കൂടുതൽ, ആ നദിയുടെ ഒഴുക്കടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ദിശയടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെ ഏത് രീതിയിൽ നദി പെരുമാറുമെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ അവരുടെ സഹായം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കും. SK. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് ഷിരൂരിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അടിയൊഴുക്ക് കുറഞ്ഞതായി കാണുന്നില്ല എന്നാണ് ഷെഫീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസന്നകുമാർ KJ ചോദിക്കുന്നു, നാഴിക 40 തൊട്ട് SK എന്ന് വിളിച്ച് കൂവേണ്ടതുണ്ടോ? സത്യമാണ് ചോദിച്ചത്.